നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണ റോഡ്രിക്കായിട്ട് ആദ്യ ഓഫർ ഇന്നലെ കൊടുത്തല്ലോ. 45 മില്യൺ യൂറോ ഫിക്സഡ് പ്ലസ് 5 മില്യൺ യൂറോ ആഡ് ഓൺ ഈ രൂപത്തിലാണ് കൊടുത്തിരുന്നത്. ഓഫർ കൊടുത്തത് സിറ്റി അത് റിജക്റ്റ് ചെയ്തു. ഫസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതാ ഫബ്രീസിയോ റൊമാനോ, നിങ്ങൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ തന്നെ ചില കാര്യങ്ങൾ പറയുന്നു. Barcelona are very confident to get Rodri deal done. No panic after first bid rejected. ആദ്യ ബിഡ് റിജക്റ്റ് ചെയ്തെങ്കിലും ബാഴ്സലോണക്ക് ഒരു പാനിക്കുമില്ല, ഒരു വെപ്രാളോ വേവലാതിയോ ഒന്നുമില്ല. അവർ നല്ല കോൺഫിഡൻസിലാണ് ഈ ഡീൽ നടക്കും എന്ന്. പുതിയ ഒഫീഷ്യൽ ബിഡ് അധികം താമസിയാതെ കൊടുക്കും. റോഡ്രി, ഇനി ഇതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ കാര്യം. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയോട് തൻ്റെ ആവശ്യം എന്താണ് എന്ന് വളരെ നല്ല റെസ്പെക്റ്റോടുകൂടി, മാക്സിമം റെസ്പെക്റ്റോടുകൂടി അറിയിച്ചിരിക്കുന്നു. റോഡ്രി ടോൾഡ് മാഞ്ചസ്റ്റർ സിറ്റി വിത്ത് മാക്സിമം റെസ്പെക്ട് ദാറ്റ് ഹി വാണ്ട്സ് ദി മൂവ്. ഈ നീക്കം നടക്കണം, തനിക്ക് ബാഴ്സലോണയിലേക്ക് പോകണം എന്ന് റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയോട് എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും അറിയിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി മറ്റ് തടസ്സങ്ങളില്ല. ബാഴ്സ സിറ്റി ചോദിക്കുന്നത് അങ്ങ് മാച്ച് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. സോ ബാഴ്സ വിൽ സബ്മിറ്റ് ഹയർ പ്രപ്പോസൽ. അടുത്ത സ്റ്റെപ്പ് അതാണ്. ഓൾ പാർട്ടീസ് കൺവിൻസ്ഡ് ഡീൽ ക്യാൻ ഹാപ്പൻ സൂൺ. അധികം വൈകാതെ ഡീൽ നടക്കുമെന്ന് എല്ലാ പാർട്ടീസും എന്ന് പറഞ്ഞാൽ റോഡ്രിയും സിറ്റിയും ബാഴ്സയും ഒക്കെ കൺവിൻസ്ഡ് ആണ്. ഈ ഡീൽ അധികം വൈകാതെ നടക്കും. അപ്പോൾ ഇനി മറ്റു ടിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. റയൽ ആരാധകർക്ക് ഒരു ടിസ്റ്റ് പ്രതീക്ഷ ഇപ്പോഴുണ്ട് എന്ന് എനിക്കറിയാം. കാരണം റയലിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനമാണല്ലോ ബാഴ്സ ഇത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ തിരിച്ചൊരു ഹൈജാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാവും പലരും. പക്ഷെ അങ്ങനെ ഇല്ല, അങ്ങനെ കരുതണ്ട എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.